ഇടക്കൊച്ചിയിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് വീടിന്റെ മതിൽ ഇടിച്ചു തകർത്തു. ബസിനും മതിലിനും ഇടയിൽപ്പെട്ട വഴിയാത്രക്കാരായ 3 പേർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അശ്രദ്ധമായ വാഹനം ഓടിച്ച KSRTC ഡ്രൈവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വീട്ടുടമസ്ഥനും പ്രദേശവാസികളും. ഇടക്കൊച്ചി കുമ്പളം ഫെറിക്ക് സമീപം കൊച്ചി നഗരസഭ മുൻ കൌൺസിലർ കുട്ടിക്കൃഷ്ണൻ വൈദ്യരുടെ വീടിന്റെ മതിൽക്കെട്ട് KSRTC ബസ് ഇടിച്ചു തകർത്തു. നിയന്ത്രണം വിട്ട് പാഞ്ഞെത്തിയ ബസിനും മതിലിനുമിടയിൽ നിന്ന് നിമിഷങ്ങൾക്കുള്ളിൽ രക്ഷപ്പെടാനായതിന്റെ ആശ്വാസത്തിലാണ് ഇടക്കൊച്ചി സ്വദേശികളായ കാർത്തികേയൻ, സനി, മഹേഷ് എന്നിവർ. അമ്പലത്തിൽ തൊഴുത് മടങ്ങി വരുന്നതിനിടെ നിയന്ത്രണം വിട്ട ബസ് പാഞ്ഞുവരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഇവർ ഒച്ചയെടുത്ത് ഓടി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ശക്തമായ ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ മതിൽ തകർത്ത ബസ് പിന്നോട്ടെടുത്ത ശേഷം തോപ്പുംപടി ഭാഗത്തേക്ക് അതിവേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു. ഞങ്ങൾ 3 പേരുണ്ടായി. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഒരു വണ്ടി കുമ്പളം തെക്കുന്ന ആലപ്പുഴ എന്നിട്ട് വന്നുകൊണ്ടിരുന്നത് പാലി വന്നിട്ട് ഞങ്ങൾ അയ്യോട്ട് തിരിച്ചോടി. ഓടിയപ്പോൾ വന്ന് കയറി ഞങ്ങളെ പച്ച വന്ന് നിർത്തി ഈ ഗേറ്റിൻ്റെ അവിടെ വെച്ച്. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. എന്നിട്ട് അയാൾ റിവേഴ്സ് എടുത്ത് വണ്ടി തടഞ്ഞപ്പോൾ റിവേഴ്സ് എടുത്ത് വണ്ടിയോട്ട് പോകും. അപകട സമയത്ത് വീട്ടുടമസ്ഥൻ വീട്ടിലില്ലായിരുന്നു. സംഭവം അറിഞ്ഞെത്തിയ വീട്ടുടമസ്ഥൻ പോലീസ് സ്റ്റേഷനിലും KSRTC ഡിപ്പോയിലും പരാതി നൽകി. അശ്രദ്ധമായി വാഹനം ഓടിച്ച് മനുഷ്യജീവന് ഭീഷണിയാകുന്ന വിധത്തിൽ അപകടമുണ്ടാക്കിയിട്ടും യാതൊരു കൂസലുമില്ലാതെ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട KSRTC ഡ്രൈവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് വീട്ടുടമസ്ഥനും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു. വഴിയാത്രക്കാരായ 3 പേരും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ കർട്ടനുകളും ഫർണിഷിംഗ് ഐറ്റങ്ങളും മാട്രസുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന പശ്ചിമ കൊച്ചിയിലെ ഏക സ്ഥാപനം C4 കാർപ്പറ്റ്സ് ആൻഡ് ഫർണിഷിംഗ് നിയർ ലക്ഷ്മി ഹോസ്പിറ്റൽ, പനയപ്പിള്ളി, കൊച്ചി 2.